കൂട്ടുകാരെ, അപ്പം നമ്മളിന്ന് ഇതുപോലൊരു ഹെയർ ബാൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ബ്ലാക്ക് ബാൻഡിനകത്ത് ഇതുപോലെ കുന്തൻ സ്റ്റോൺ ഇട്ട് ചെയ്യാൻ. അപ്പോൾ അതാണ്ട് ഇതേലെ ഒരു ബ്ലാക്ക് ബാൻഡ് എടുക്കുക. ഫെൽറ്റ് ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് അല്ലാതെ കണക്ട് ചെയ്യാനുള്ള ഐറ്റംസ് കിട്ടും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ ഫെൽറ്റ് ഷീറ്റ് വെച്ചാൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഗ്ലൂ, കുറച്ച് കുന്തൻ സ്റ്റോൺസ്, ഇതെൻ്റെ അടുക്കൽ പണ്ട് ചെയ്തതിൻ്റെ ബാക്കി ഇരുന്നതാണ്. പിന്നെ അതേ ഒരു ചെറിയ പീസ് നമ്മുടെ ബോൾ ചെയിൻ ഉണ്ട്, ഗോൾഡ് കളർ. അപ്പോൾ അതാണ്ട നമ്മുടെ ഈ കുന്തൻ സ്റ്റോണിൻ്റെ ഈ സ്ക്വയർ ടൈപ്പ് ഉള്ളത് നമ്മൾ സെൻറ്ററിലായിട്ട് ആ ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം ആ സെൻറ്ററിൽ ഇച്ചിരി ഗ്ലൂ കൊടുത്തിട്ട് നമുക്ക് ആ സ്ക്വയർ ടൈപ്പ് അതിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ B7000 പെട്ടെന്ന് അങ്ങനെ ഒട്ടിക്കിട്ടത്തില്ലെന്ന് നമുക്കറിയാമല്ലോ. അപ്പം അടുത്ത സാധനം ഒട്ടിക്കുമ്പോഴത്തേന് ഇതങ്ങ് ഇളകിപ്പോവും. അപ്പം നമുക്കിനി ഇതിൻ്റെ ചുറ്റിന് ആ ബോൾ ചെയിന് ഞാൻ ആ കാണിച്ചതുപോലെ ഒട്ടിക്കണം. അപ്പോൾ അതേ പശ തേക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആ കുന്തൻ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ആ കറങ്ങിയ ഷേപ്പിൽ തന്നെ അവിടെ വെച്ചേക്കാം. ഇനി ഇതാണ്ട നമ്മൾ ആ ഒരു പീസ് ഞാൻ ആ കറക്റ്റ് അളവിനൊന്ന് മുറിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ ബോൾ ചെയിന്. അപ്പോൾ അതാണ്ട് ഒരു 3 ലെയർ അല്ല 2 ലെയറിൽ നമ്മളത് റൗണ്ടിൽ ചുറ്റിയെടുത്തു. എന്നിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കണം. എൻ്റെത് വലിയ ഷേപ്പൊന്നുമില്ല. ഇനി നമുക്ക് ഇതാണ്ട ചുറ്റും ബാക്കി ആ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുക്ക് ഈ ഓവൽ ഷേപ്പ് കുന്തൻ സ്റ്റോൺസ് ആണ് ഇരുന്നത്. അപ്പം നമുക്ക് പല മോഡലിൽ ഇതുണ്ടാക്കാൻ പറ്റും. അപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്ക് ചെയ്യുവാണ്. അപ്പോൾ അതാണ്ട ചുറ്റിനും നമുക്കൊരു ഒരു ഫ്ലവറിൻ്റെ ലുക്കിൽ നമുക്കിപ്പോൾ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ്. സിമ്പിളായിട്ട് നമുക്ക് മുടി വാരി കെട്ടി വെക്കാൻ പറ്റിയ ഒരു ബാൻഡാണ്. അതാണ്ട ഇടയ്ക്ക് നിന്നൊക്കെ ഇളകിപ്പോകുന്നുണ്ട്. അപ്പോൾ അതാണ്ട നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചാലും ഒരിച്ചിരി സമയം പിടിക്കും നമ്മുടെ B7000 ഇതിനകത്ത് സെറ്റായി വരാൻ. അപ്പോൾ അതാണ്ട നമ്മൾ ഇതൊക്കെ ഓരോ പീസായിട്ട് ചെയ്ത് റെഡിയാക്കുവാണ്. छोटी मोटी बातों पे मुंह फुलाए, ये नजाकत मेरी आदत पास मुझे लाए। नादानियाँ नादानियाँ खींचे मुझे, नादानियाँ 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 पागल करे तेरी हर अदा. അപ്പം നമ്മൾ ഇതാണ്ട് ഇത്രയും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2-3 പീസ് കൂടെ വെച്ചാൽ മതി. അപ്പോൾ അതാണ്ട് അത് നമ്മൾ സെറ്റാക്കി വെക്കണം. ആദ്യമായിട്ടുണ്ടാക്കുമ്പോൾ ഇച്ചിരി വൃത്തികേടൊക്കെ വരും. എന്നാലും നമുക്കല്ലേ, അപ്പം നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ചെയ്തല്ലേ പഠിക്കുന്നത്. അപ്പം ചെയ്ത് ഇതാണ്ട് ലാസ്റ്റ് പീസും വെച്ച് നമ്മുടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, എൻ്റെ വീഡിയോ ക്ലാരിറ്റി കുറവാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ ആ ഒരു ഫെൽറ്റ് ഷീറ്റ് നമ്മുടെ ഈ ബാൻഡിനകത്തൊന്ന് ഗ്ലൂ ഗൺ ഇട്ട് ഒട്ടിക്കുന്നതായിരിക്കും ഒന്നുകൂടെ സേഫ്. നന്നായിട്ട് ഇരുന്നോളും. എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഗ്ലൂ ഗണ്ണായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ അത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഫ്ലവർ ഇതിനകത്ത് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതാണ്ട നമ്മുടെ ആ ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.